ഇപ്പൊ എവിടെ നോക്കിയാലും AI ആണ്. AI ഇല്ലാതെ നമുക്ക് ഫോട്ടോഷോപ്പിൽ നോർമൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഈ ഒരു ഫോട്ടോ നമുക്കിത് ഇങ്ങനെ കളർ ചെയ്യാം. അതിനായിട്ട് നിങ്ങളിവിടെ ലെയർ പാനലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഒക്കെ എടുക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സോളിഡ് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഏത് കളറാണ് വരുന്നത്? ഒരു ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓറഞ്ചിൽ കൊണ്ടുവയ്ക്കുക. ഈ ഒരു ഗ്രാഫിൽ ഓറഞ്ച് ആക്കിയിട്ട് നമ്മൾ ശകലം ഒന്ന് ലൈറ്റ് ആക്കി കൊടുക്കുക. ഈ ഒരു സ്കിൻ ടോണൊക്കെ ആയിരിക്കും വൈറ്റ് സ്കിന്നുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്കിൻ ടോൺ ആയിരിക്കും. ഡാർക്ക് സ്കിൻ ആവും തോറും ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം ലൈറ്റ് സ്കിന്നുള്ള ഒരു ടോൺ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് വേറൊരു വഴിയുണ്ട്. ഒരു സാമ്പിൾ ഫോട്ടോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ സ്കിൻ ടോൺ ഉള്ള ഒരു സാമ്പിൾ ഫോട്ടോ ഇവിടെ ഇട്ടിട്ട് അതിൽ നിന്നും കളർ പിക്ക് ചെയ്തും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതേ ഈ ഒരു കളറ് ഓക്കെ ആക്കുവാണ്. എന്നിട്ട് ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ സ്കിൻ ടോണിന് വേണ്ടി ഒരു കളർ എടുത്തു. ഇനി നമുക്ക് ഏത് കളറാണ് വേണ്ടേ? ലിപ്സ്റ്റിക്ക്, അതായത് ചുണ്ടിന് ഒരു ചുവന്ന കളർ വേണം. അതിനായിട്ട് വീണ്ടും ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്ലിക്ക് ചെയ്ത് ഇവിടെ സോളിഡ് കളർ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ റെഡ് ആക്കിയിട്ട് ഇച്ചിരി ഡാർക്കായിട്ട്, നല്ല ഡാർക്കായിട്ട് നമുക്കൊരു കളർ കൊടുത്തേക്കാം. കുറച്ചൊന്ന് ഡാർക്ക് ആവട്ടെ. ഓക്കെ, ഇത്രയും ഡാർക്കിൽ ഒരു റെഡ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ 2 അഡ്ജസ്റ്റ്മെന്റ് ലെയറുകൾ ഇവിടെ വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുകളിലായിട്ട് ബ്ലെൻഡിങ് മോഡ് ഉണ്ടല്ലോ, ഈ ബ്ലെൻഡിങ് മോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നോർമൽ മാറ്റി കളർ ആക്കുന്നു. ഈ താഴെ വന്നു കഴിഞ്ഞാൽ കളർ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഈ താഴത്തെ സോളിഡ് കളറും അതുപോലെ നമ്മൾ ബ്ലെൻഡിങ് മോഡ് മാറ്റി ഇവിടെ കളറാക്കുന്നു. ഈ രണ്ടും കളറാക്കി. ഇനി നിങ്ങൾ ഈ ഒരു 2 മാസ്ക് കണ്ടോ, ഈ വൈറ്റ് മാസ്ക് നമ്മൾ ഇൻവേർട്ട് ചെയ്ത് ബ്ലാക്ക് ആക്കണം. അതിനായിട്ട് ആ മാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആയിക്കോളും. അപ്പോൾ ആ ഒരു റെഡ് ഇവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. ഫുള്ളി ബ്ലാക്ക് മാസ്ക് വീണു. ഇനി താഴത്തതും അതുപോലെ Ctrl+I പ്രസ് ചെയ്ത് ഇൻവേർട്ട് ചെയ്ത് തിരിച്ചാക്കി ബ്ലാക്ക് ആക്കി. അത് കഴിഞ്ഞ് ഇവിടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ബ്രഷ് ടൂളിന്റെ ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് റൗണ്ട് ബ്രഷാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഹാർഡ്നെസ് നിങ്ങളൊരു 45-50 നിൽക്കുന്ന രീതിയിലൊന്ന് ഹാർഡ്നെസ് സെറ്റ് ചെയ്യാം. ഞാൻ അവിടെ 45 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിയിൽ വന്നിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ച് ഞാനിവിടെ പെയിന്റ് ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾക്കറിയാം, മാസ്ക് ഇട്ടിട്ട് ഞാനിവിടെ ബ്ലാക്ക് മാസ്ക് ഇട്ടിട്ട് ഇവിടെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മാസ്കിന്റെ ബാക്കിലുള്ള കളർ ഇവിടെ തെളിഞ്ഞെളിഞ്ഞ് വരും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങളിവിടെ പെയിന്റ് ചെയ്ത് തുടങ്ങുക. ഞാനിവിടെ പെയിന്റ് ചെയ്ത് തുടങ്ങുകയാണ്. കണ്ടല്ലോ, പതുക്കെ ചെയ്യാം കേട്ടോ. ഈ ഹെയറിൽ ഒരുപാട് കയറരുത്. എന്നാലും ശകലമൊക്കെ ഹെയറിൽ കയറിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഹെയറിന്റെ അടിയിൽ ഇവിടെയൊക്കെ സ്കിന്നുണ്ട്. അതുകൊണ്ട് ശകലമൊക്കെ ഹെയറിൽ കയറിയാലും വലിയ പ്രശ്നം വരില്ല കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നീട് കളർ ചെയ്ത് മാറ്റാൻ പറ്റും. ഈ ലിപ്സ്റ്റിക്കിന്റെ ഭാഗത്ത് പറ്റരുത്, അല്ലാതെ ബാക്കിയുള്ള ഭാഗം എല്ലാം നിങ്ങൾ പെയിന്റ് ചെയ്യുക. ഞാനിത് ഫുള്ള് പെയിന്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫൈനലി ഞാനിവിടെ സ്കിൻ ടോൺ ഒരുവിധം ഒന്ന് ബ്രഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഈ കണ്ണിൻ്റെ ഭാഗവും നിങ്ങൾ രണ്ടും ഈ മുകളിലായിട്ട് ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് റെഡ് ആഡ് ചെയ്യാം കേട്ടോ. കാരണം ഈ ആൾക്കാർ ഇടില്ല ഈ കണ്ണിൻ്റെ മുകളിലായിട്ട് ചെറിയ റെഡ് ബ്ലെൻഡ് ചെയ്യുന്ന കുറച്ച് കളറൊക്കെ തേക്കാറുണ്ടല്ലോ. ആ ഒരു സംഭവം, അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ആ ഒരു സാധനം ഇവിടെ വരുത്താനായിട്ട് നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ അവിടെ ഒന്ന് ഫില്ല് ചെയ്തിട്ടത്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാമെന്നുള്ളൂ, സിമ്പിളായിട്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ലിപ്സ്റ്റിക് ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഈ മുകളിൽ കാണുന്ന റെഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ മാസ്ക് സെലക്ട് ചെയ്ത് ഇത് സൂം ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ പിന്നും ബ്രഷ് എടുക്കുന്നു. ഇവിടെ ഫ്ലോ ഒക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം നേരത്തെ ഞാൻ ചെയ്തപ്പോൾ ചില ഈ പിരിയത്തിൻ്റെ ഇടയിലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഫ്ലോ കുറച്ചിടേണ്ടി വരും. അല്ലെങ്കിൽ ഒരുപാട് ആ പിരിയം ഈ കളറായി പോകും, സ്കിൻ ടോണിൻ്റെ കളറായി പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ശകലം ഒന്ന് കുറച്ചിട്ടിട്ട് ഇവിടെ റെഡ് നമ്മളിവിടെ മാസ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ഇനി ഇവിടെയും കൂടി ഞാൻ ഇങ്ങനെ അടിക്കുകയാണ്. കണ്ടല്ലോ, പതുക്കെ വരച്ചെടുക്കാം. ഞാനിത് സ്പീഡിന് കാണിക്കുന്നതാണ്. നിങ്ങൾ ഇത് പതുക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളിത് പതുക്കെ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര പെർഫെക്ഷനായിട്ട് കാണിക്കുന്നില്ല. ഞാനിത് ഒത്തിരി സ്പീഡിനാണ് ചെയ്തു പോകുന്നത്. കുറച്ചുകൂടി പതുക്കെ ചെയ്യാമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
ഈ എഡ്ജസ് അടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഹാർനെസ് ഒന്ന് കുറച്ചിടുക കേട്ടോ. ഹാർനെസ് കുറച്ചിട്ടിട്ട് ബ്രഷ് ചെയ്യുക. ഒരുവിധം ലിപ്സ്റ്റിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് മതി. നിങ്ങൾ കുറച്ചുകൂടി ടൈം എടുത്ത് കറക്റ്റ് ലെവലിന് അടിക്കുക. ഇനി ഇവിടെ കണ്ണിൻ്റെ ഇവിടെ ഞാൻ കുറച്ച് സ്ഥലം വിട്ടില്ലല്ലോ, അവിടെ നമുക്ക് കുറച്ചൊന്ന് ഈ റെഡ് ആഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ ഫ്ലോ എന്ന് ഷാഡോടെ ഞാൻ കുറയ്ക്കുകയാണ്. കുറച്ചിട്ട് ബ്രഷ് ഒന്ന് വലുതാക്കി വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് അടിച്ചു നോക്കാം. നോക്കട്ടെ, അത് കറക്റ്റ് കിട്ടുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. കുറച്ചുകൂടി ഒറിജിനാലിറ്റി തോന്നും, അതിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ലാതെ അത് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്. കൊള്ളാം, സംഭവം കൊള്ളാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കുറച്ചുകൂടി ടൈം എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏകദേശം ഒരു ചെറിയൊരു കളർ ആയെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തുകൂടി കുറച്ച് കളർ വരാണ്ട് അതിന് സ്കിൻ ടോൺ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ സ്കിന്നും കൂടി നമുക്ക് കുറച്ചൊന്ന് ഇവിടെ ഒന്ന് ഈ ഫ്ലോ ഒന്ന് കൂട്ടിയിടുക. 50 ഇട്ടിട്ട് ഇവിടെ സ്കിൻ ഇവിടെ കുറച്ചുകൂടി വരാനുണ്ട്, അതൊന്ന് അടിച്ച് ക്ലിയർ ചെയ്യട്ടെ. ഈ ലിപ്സ്റ്റിക്കിന്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ ഇനി അടിച്ചോട്ടോ, കാരണം നമ്മൾ ഓൾറെഡി റെഡ് അവിടെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് നമുക്ക് അവിടെ കളർ ചെയ്യാം. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഇനി പുറത്ത് പോയത് കളയാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫോർഗൺ കളർ ബ്ലാക്ക് ആക്കുക. ബ്ലാക്ക് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ഏകദേശം കളർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ടൈം എടുത്ത് പതുക്കെ ചെയ്യാം കേട്ടോ. പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഏകദേശം ഒന്ന് കളർ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടി ഒരൊറ്റ കോപ്പി ആക്കാൻ പോവാണ്. അതിനായിട്ട് ഇതിൻ്റെ കോപ്പി എടുക്കേണ്ട കാര്യമില്ല. വേറൊരു കോപ്പി ആക്കാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഓൾട്ട് ഞെക്കിയിട്ട് ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ എനേബിൾ ആയി കിടക്കുന്ന എല്ലാം കൂടി ഒരൊറ്റ ലെയർ ആയിട്ട് ഇവിടെ ഒരു കോപ്പി വന്നോളും. ഇതിനെ എഫക്റ്റ് ചെയ്യത്തും ഇല്ല കേട്ടല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരെ ഇവിടെ ഫിൽറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ റോ ഫിൽറ്റർ എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഇനി ബാക്കി പരിപാടി അത്രയും ക്യാമറ റോ ഫിൽറ്ററിലാണ്. ഓക്കെ, ക്യാമറ റോ ഫിൽറ്റർ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇവിടെ ബേസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തൊട്ട് താഴെ ഈ ബ്ലാക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഈ ബ്ലാക്സ് പിടിച്ച് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടല്ലോ, ഈ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കൊണ്ടുവരാം. നമ്മൾ സ്കിന്നിൽ കളർ ചെയ്തപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്തൊന്ന് കയറിയിട്ടുണ്ട്, അതിപ്പോൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് ബ്ലാക്ക് ഒന്ന് കൂട്ടിയിട്ട് ഈ ഷാഡോയും കൂടി ശകലം ഒന്ന് കൂട്ടുകയാണ് ഞാൻ കേട്ടോ. ഷാഡോയും കൂടി ശകലം ഒന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ്. കണ്ടല്ലോ, ഷാഡോ കൂട്ടുന്നു, ബ്ലാക്ക് കുറച്ചുകൂടെ കൂട്ടുന്നു. ഇതിന് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതും പിടിച്ച് ശക്കലം ഒന്ന് കൂട്ടി വയ്ക്കുന്നു. നിങ്ങളിത് കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ബ്ലാക്കിനെയാണ് കേട്ടോ. ഹെയർ കുറച്ചുകൂടി ഒന്ന് ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എന്നിട്ട് ഈ വൈറ്റും കൂടി ശക്കലം ഒന്ന് കട്ട് ചെയ്യുന്നു. ഹൈലൈറ്റൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് ഡാർക്കായി പോകുന്നെങ്കിൽ ഹൈലൈറ്റ് ഒന്നും ചെയ്യരുത്, അവിടെ തന്നെ കീപ്പ് ചെയ്യുക. ഹൈലൈറ്റ് ഒന്നും ചെയ്യണ്ട, ഹൈലൈറ്റ് അവിടെ 0 തന്നെ കിടക്കട്ടെ, ഒന്നും ചെയ്യണ്ട. ബാക്കിയെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കണ്ടല്ലോ, ഈ ഹെയർ മാത്രം നോക്കുക. ഹെയർ ഒരു വിത്തം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും പതുക്കെ പതുക്കെ പിടിച്ചുകൊണ്ടിരുന്നത് മാറും കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സ്കിന്നൊന്ന് ശരിയാക്കിയിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇനി നമ്മൾ കളർ മിക്സർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓറഞ്ച് കാണും. നമ്മുടെ സ്കിൻ ടോൺ എപ്പോഴും ഓറഞ്ചും ആയിട്ടാണ് ബ്ലെൻഡായി കിടക്കുന്നത്. അതുകൊണ്ട് ഓറഞ്ച് സെലക്ട് ചെയ്തിട്ട് ഈ ഓറഞ്ചിന്റെ ഹ്യൂ ഒന്ന് പിടിച്ച് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് പതുക്കെ ഒന്നിങ്ങനെ ആക്കി അത് കറക്റ്റ് ഓറഞ്ച് കളറിലോട്ട് കൊണ്ടുവരാം. ഒരു ഓറഞ്ച് ആയിട്ടുള്ളൊരു കളറിലോട്ട് പതുക്കെ വരുന്നുണ്ട്. ഓക്കെ, അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനി നിങ്ങൾ സാച്ചുറേഷൻ എടുത്തിട്ട് ഈ ഓറഞ്ചിനെ ഒന്ന് കുറയ്ക്കുക. ഇനി ഓറഞ്ച് ഒന്ന് പതുക്കെ കുറയ്ക്കുക. നിങ്ങൾക്ക് ഒറിജിനൽ സ്കിൻ ടോൺ അവിടെ വരുന്നത് കാണാൻ പറ്റും. കണ്ടല്ലോ, ശകലം ഒന്ന് കട്ട് ചെയ്താൽ മതി, ഒരുപാട് കട്ട് ചെയ്യരുത്. ശകലം ഒന്ന് കട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ റെഡ് കണ്ടോ, അത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട്. അതിലും ഹ്യൂ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ കളർ ചേഞ്ച് ആവും. ഞാനിവിടെ റെഡ് തന്നെ കുറച്ചുകൂടെ കടുപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് സാച്ചുറേഷനിൽ ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് സാച്ചുറേഷനിൽ ഒന്ന് ശക്കലം ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇവിടെ ലൂമിനൻസ് എടുക്കുക. ഈ ലൂമിനൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് റെഡ് ഒന്ന് കുറയ്ക്കുക. ഇത് ഡാർക്ക് ആക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും, കുഴപ്പമില്ല, നമുക്കൊന്ന് കുറയ്ക്കാം. ഞാനിവിടെ ഒന്ന് കുറച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു അബദ്ധം പറ്റി, ലിപ്സ്റ്റിക്ക് കുറച്ചൊന്നും കൂടെ കയറിപ്പോയി. അതല്ലാതെ
ബാക്കിയെല്ലാം ഓവറോൾ ഒരുവിധം ഇത് സാധനം സെറ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ചെയ്തു നോക്കാം. ഞാൻ കുറച്ച് കളർ ഒന്ന് മാറ്റുകയാണ് കേട്ടോ ഈ ഒരു ഹ്യൂവിൽ. നിങ്ങൾ നിങ്ങളുടെ ഇമേജിനനുസരിച്ച് നിങ്ങൾ മാറ്റുക. കാരണം ഇതേ കണക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ലിപ്സ്റ്റിക്കിന്റെ കളർ വേറെ ആണെങ്കിൽ ഇത് കറക്റ്റ് ചെയ്ത് കണക്ക് ചെയ്താൽ ശരിയാവില്ല. ഓക്കെ, നമുക്ക് ഇത്ര മതി. ലിപ്സ്റ്റിക്ക് ഒരുപാട് വേണ്ട, ഈ ഒരു ഇത് മതി. എന്നിട്ട് നമുക്കിവിടെ സാച്ചുറേഷനിൽ ഈ ഓറഞ്ച് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യാം. ഒറിജിനൽ സ്കിൻ ടോൺ തന്നെ വരട്ടെ. ഓക്കെ, ഇത് മതി. ഇതാണ് ഒറിജിനൽ സ്കിൻ ടോൺ. ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഏത് സ്കിൻ ടോണോ വേണ്ടത് അതിനനുസരിച്ച് പിടിക്കാം കേട്ടോ. ഇനി നമ്മൾ ഇവിടെ വീണ്ടും നമ്മൾ ബേസിക്കിൽ വരണം. ബേസിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ടെക്സ്ചർ ക്ലാരിറ്റി എന്ന് കാണാൻ പറ്റും. ഈ ടെക്സ്ചർ ശക്കലം ഒന്ന് കൂട്ടിക്കൊടുക്കുക. ശക്കലം ടെക്സ്ചർ കയറ്റുക. അതുപോലെ ക്ലാരിറ്റിയും ശക്കലം ഒന്നൊരു പൊട്ടിക്കൊന്ന് ക്ലാരിറ്റി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്ലാക്സിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊടുത്താൽ ഹെയർ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി കിട്ടും കേട്ടോ. ഡാർക്കായി കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എക്സ്പോഷർ ഒന്ന് ശകലം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഫേസിന് ശകലോടെ ഗ്ലോ കിട്ടിക്കോളും. ഓക്കെ, ഇത് മതി. ഇനി ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യാണ്. കണ്ടല്ലോ, ഇതിന്റെ ആഫ്റ്റർ ബിഫോർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ദേ, ഇതാണ് നമ്മുടെ മുമ്പ് ഇരുന്ന ഫോട്ടോ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ സ്കിന്നിൽ ഒരു കളർ കൊടുത്തു. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കും ഈ കണ്ണിൻ്റെ എവിടെ ഒരു കളർ കൊടുത്തു. അതിനുശേഷം നമ്മൾ ക്യാമറ റോയിൽ കൊണ്ടുപോയി ഇതുപോലെ ആക്കി. കണ്ടല്ലോ. ഇനി നിങ്ങൾ ഈ ക്യാമറ റോയിൽ കുറേ കൂടി ടൈം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും പണിയാം. ഇനിയും ഇതിനെ പണിഞ്ഞ് കിഡിലെ ഒരു കളർ ഫോട്ടോ ആക്കി മാറ്റാൻ പറ്റും. ഇനി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇനി ചേഞ്ച് ചെയ്തതൊക്കെ ഞാൻ ഇതേപോലെ ഈ ചെയ്ത ഇതേ മെത്തേഡ് തന്നെ ഈ സ്കിന്നിനൊക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഈ ബാക്ക്ഗ്രൗണ്ട് കൂടി മാറ്റി കഴിഞ്ഞാൽ ഒരു കിടിലം ഫോട്ടോ ആയിട്ട് മാറും അത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സാമ്പിൾ ഒന്ന് കാണിച്ചു തന്നെ വിചാരിച്ചാൽ മതി. നിങ്ങൾ ഇതിൽ എഫേർട്ട് കുറച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഫോട്ടോ വിത്തൗട്ട് AI. ഇതുവരെ ഒരു AIയുടെ സഹായം ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഈ ഒരു സമയം വരെ ചെയ്തിട്ടുള്ളത്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് AI ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.